Hi friends, welcome to Commerce Bytes. Today onwards we are going to start a new series with question paper discussion in a capsule model, which means ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇപ്പോൾ 2019 ആണ് നമ്മൾ ഓൺഗോയിങ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ എടുക്കും. അത് ഞാനൊരു ക്യാപ്സ്യൂൾ മോഡൽ, അതായത് സിംഗിൾ ലൈനേഴ്സ് മോഡൽ ആക്കിയിട്ട് ഒറ്റൊരു സിംഗിൾ ലൈനിലാക്കിയിട്ട് അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള, അതായത് അതിൽ ഉണ്ടാവുന്ന 4 ഓപ്ഷനുകളില്ലേ, അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് നടത്തുന്ന ഒരു സീരീസാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്ലീസ് സ്റ്റിക്ക് ഓൺ വിത്ത് ദസ്. കാരണം ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 20 or 25 പോയിൻറ്റ്സ് തന്നെ ഞാൻ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഓൾവേസ് ട്രൈ ടു കീപ്പ് ഇൻ ടച്ച് വിത്ത് യുവർ വീഡിയോസ്. ഓക്കെ, ഫ്രം കൊമേഴ്സ് ബൈറ്റ്സ്. ഐ നോ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും. സോ പ്ലീസ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. അണ്ടർസ്റ്റുഡ്? എൻ്റെ മെയിനായിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ടേംസിനെ പറ്റിയും ഒരു ബേസിക് എങ്കിലും ഐഡിയ കിട്ടിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രൈം മോട്ടീവ്. അണ്ടർസ്റ്റുഡ്? സോ എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്യുന്നതാണ് വിത്ത് ദിസ് സീരീസ്. എല്ലാവർക്കും ക്യാപ്സ്യൂൾ മോഡലിൽ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നിനും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഗോ ഓൺ ചെയ്യുന്ന ഈ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തോ, കാര്യം വർക്കൗട്ടാവും. എല്ലാവർക്കും ക്യാപ്സ്യൂൾ മോഡലായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ആ കിട്ടുന്ന നോളജ് കിട്ടുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവർക്കും ഈസിയായി ക്യാപ്സ്യൂളായി കിട്ടുന്നതിനോട് വളരെ നല്ല യോജിപ്പാണ്. സോ ലെറ്റ് മീ ഗോ ത്രൂ ദാറ്റ് ടെക്നിക്. ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ പെഡഗോഗി. ഒരു ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത് വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ പൗലോ ഫെറെ ഇൻ ദ ഇയർ 1968. സോ പ്ലീസ് നോട്ട് ദാറ്റ് ക്രിട്ടിക്കൽ പെഡഗോഗി പൗലോ ഫെറെ ആണ്. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദ എക്സ്പീരിയൻസ് ആൻഡ് ദ പെർസെപ്ഷൻ ഓഫ് ദ ലേണർ ആർ ഇമ്പോർട്ടൻ്റ് എന്ന്. ഓക്കെ, 2019 സെപ്റ്റംബർ 29 വന്നൊരു ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ പെഡഗോഗിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദാറ്റ്. ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി ചാലഞ്ചസ് ദി സ്റ്റുഡൻസ് ടു എക്സാമിൻ ദ പവർ സ്ട്രക്ചർ ആൻഡ് ദ പാറ്റേൺ ഓഫ് ഇനീക്വാലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ക്രിട്ടിക്കൽ പെഡഗോഗി ഒരു പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി ആണ് ദാറ്റ് ചാലഞ്ചസ് സ്റ്റുഡൻസ് ടു എക്സാമിൻ ദ പവർ സ്ട്രക്ചർ ആൻഡ് ദ പാറ്റേൺ ഓഫ് ഇനീക്വാലിറ്റി. ഇനീക്വാലിറ്റി പാറ്റേണിൽ ഉണ്ടാകുന്ന ഇനീക്വാലിറ്റിയും അതുപോലെ തന്നെ പവർ സ്ട്രക്ചറിനെയും എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ച് കൂടിയാണ് ഈ ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ഈ ഒരു ക്രിട്ടിക്കൽ പെഡഗോഗി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ യു ഷുഡ് ഫസ്റ്റ് സ്റ്റഡി ഓൺ pedagogy, right? Let me give a brief picture on pedagogy. So pedagogy എന്ന് പറയുന്നത് which was developed by Piaget. The meaning of pedagogy means that leading children, കുട്ടികളെ ലീഡ് ചെയ്യുന്നു, അതിനെയാണ് ഈ പെഡഗോഗി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? പെഡഗോഗി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ് ആസ് എൻ അക്കാഡമിക് സബ്ജക്റ്റ്. ഒരു അക്കാഡമിക് സബ്ജക്റ്റ് ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്ന ആ ഒരു പ്രാക്ടീസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് പെഡഗോഗി എന്ന് പറയുന്നത്. നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണോ ആ സെയിം തന്നെയാണ് പെഡഗോഗി. ഓക്കെ, ഈ ഒരു പെഡഗോഗി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രൊഫഷൻ ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ്. ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് പ്ലസ് ലീഡർ, ഒരു ചൈൽഡും ഒരു ലീഡറും, അത് രണ്ടും കൂടിയാണ് പെഡഗോഗി എന്ന് പറയുന്നത്. ഐ ഹോപ്പ് പെഡഗോഗി ഇസ് ഓൾ ക്ലിയർ ടു യു. ഹാവിങ് എ ഗുഡ് പെഡഗോഗി ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആൻഡ് ദ വേ സ്റ്റുഡൻസ് ലേൺ ഹെൽപ്പ് ടു ഗെയിൻ ഡീപ്പർ ടു ദ മെറ്റീരിയൽ. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ പഠിക്കുമ്പോൾ ആ ഒരു ടീച്ചിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവുന്നത്. അപ്പോൾ ആ ഒരു ടീച്ചർ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് ഈ പെഡഗോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരു പോയിൻ്റ് കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഒരു നോളജ് അല്ലെങ്കിൽ ഒരു സ്കില്ല് നമ്മളൊരു കുട്ടിക്ക് പകർന്നു കൊടുക്കുമ്പോൾ എത്രത്തോളം ഡീപ്പായിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ ആ കുട്ടികൾക്ക് ഇപ്പോൾ ക്യാച്ച് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ക്യാപ്സ്യൂൾ ടെക്നിക്ക് യൂസ് ചെയ്യാൻ കാരണം എൻ്റെ സ്റ്റുഡൻസിന് അത് പെട്ടെന്ന് കത്തിക്കോട്ടെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് അവർക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ദ സെയിം സിറ്റുവേഷൻ.
അത് തന്നെയാണ് പെഡഗോഗി എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പെഡഗോഗി, ദാറ്റ് ഇസ് ടെക്നോ പെഡഗോഗി. സോ ടെക്നോ പെഡഗോഗി ആ വേർഡിൽ തന്നെയുണ്ട് ടെക്നോ ആൻഡ് പെഡഗോഗി. ആ രണ്ടെണ്ണത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഡിഫൈൻ ചെയ്യണതിനെയാണ് ടെക്നോ പെഡഗോഗി എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ പെഡഗോഗി എന്താണെന്ന് അറിയാം. സോ ടെക്നോ എന്ന് പറയുന്നത് എന്താ, ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് പറഞ്ഞു നോക്കി, ദാറ്റ് വിൽ ബി ദ ആൻസർ. ദാറ്റ് ഈസ് പ്രാക്ടീസ് ദ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ബോത്ത് പെഡഗോഗിക്കൽ ആൻഡ് ദ ടെക്നോളജിക്കൽ ആസ്പെക്റ്റ്. ഇപ്പോൾ പെഡഗോഗിക്കൽ എന്ന് പറയുമ്പോൾ ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെത്തേഡ്സ്, മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് സ്കിൽ, ഇതെല്ലാമാണ് പെഡഗോഗിക്കൽ സെക്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂസിങ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഇൻറ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് എക്സെട്ര, ഇതെല്ലാമാണ് ടെക്നോളജിക്കൽ വരുന്നത്. സോ ഈ ഒരു ടെക്നോ പെഡഗോഗിയിൽ 3 ഏരിയാസ് ഓഫ് എസെൻഷ്യൽ ഏരിയാസ് ആണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കണ്ടൻറ്റ്, സെക്കൻഡ് വൺ ഈസ് പെഡഗോഗി ആൻഡ് ദ തേർഡ് വൺ ഈസ് ടെക്നോളജി. ഇതിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ ദാറ്റ് ഈസ് ടു ബി ടോട്ട്. എന്താണോ നമ്മൾ പഠിപ്പിക്കേണ്ടത് അതാണ് കണ്ടൻറ്റ് എന്ന സെക്ഷനിൽ വരുന്നത്. ഐ ഹോപ്പ് യു ഓൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. ലെറ്റ് മീ ആഡ് വൺ മോർ പോയിൻറ്റ് ടു ദിസ്. ഈ ടെക്നോ പെഡഗോഗി എന്ന് പറയുന്നത് TPAC എന്നും പറയാറുണ്ട്. ഇപ്പോൾ ഈ TPACൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് മാർക്ക് ദ ആൻസർ ടെക്നോ പെഡഗോഗി. ദാറ്റ് ഈസ് ഈ TPACൻ്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ടെക്നോളജിക്കൽ പെഡഗോഗിക്കൽ കണ്ടൻറ്റ് നോളജ്. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ് വൺസ് അഗെയിൻ. ടെക്നോളജിക്കൽ പെഡഗോഗിക്കൽ content knowledge. That is, it is a framework to understand and describe the kinds of knowledge needed by a teacher for effective pedagogical practice in the technology enhanced learning environment. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് ക്ലാസ് ഇല്ലാത്ത സ്കൂളുകൾ ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടീച്ചേഴ്സ് ലേൺ ദ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്. എല്ലാ ആസ്പെക്ട്സിനെ പറ്റിയും ടീച്ചേഴ്സിന് ഒരു നോളജ് ഉണ്ടാവണം. ഇപ്പോൾ കുറേ സെമിനാർസും കുറേ വർക്ക്ഷോപ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്കൂളുകാരും അല്ലാതെ ഉള്ള ആളുകളും കുറേ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടീച്ചേഴ്സിന്, അതായത് പണ്ട് ഉള്ള ടീച്ചേഴ്സിനൊന്നും ഈ ടെക്നോളജി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിയണ്ടാവില്ല. സോ അവരെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ, അവർക്ക് ഒരു ക്ലാസ് പോലെ അറ്റൻഡ് ചെയ്ത് കൊടുക്കാൻ, അവർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഓരോ സെമിനാർസ്, വർക്ക്ഷോപ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ടെക്നോ പെഡഗോഗി. എന്ത് സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടെക്നോളജി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ടീച്ചേഴ്സും അതിനോട് യോജിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അതിനോട് അഡാപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ വർക്ക്ഷോപ്സും സെമിനാർസും കണ്ടക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ടെക്നോ പെഡഗോഗി. നമ്മൾ പെഡഗോഗി പറഞ്ഞു, ഇറ്റ് ഈസ് ദ മെത്തേഡ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് ടീച്ചിങ് ആസ് ആൻ അക്കാഡമിക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ ക്രിട്ടിക്കൽ പെഡഗോഗി പറഞ്ഞു, ഇറ്റ് ഈസ് എ ചാലഞ്ച് to the students to examine the power structure and pattern in equality പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ടെക്നോ പെഡഗോഗി പറഞ്ഞു. ഓക്കെ, the next one is constructive pedagogy. Let me brief you in 2 sentences. So constructive pedagogy പഠിക്കാൻ വളരെ ഈസിയാണ്, because it is a theory of learning based on ideas that the human construct their own knowledge through direct experiences. അതായത് ഹ്യൂമൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവർക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോഗി എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ബിക്കോസ് ഒരു സ്റ്റുഡൻറ്റിന് റിയലായിട്ടൊരു എക്സ്പീരിയൻസ്, ഇപ്പോൾ സയൻസിൻ്റെ ഒക്കെ തന്നെ കാര്യം എടുക്കും, ഫിസിക്സ്, കെമിസ്ട്രി, ഇതുപോലെയുള്ള ഓരോ സബ്ജക്റ്റുകളിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ആ ഓരോ എക്സ്പെരിമെൻറ്റ്സും ഒരു സ്റ്റുഡൻറ്റ് ചെന്ന് ഫിസിക്സ് ലാബിലും കെമിസ്ട്രി ലാബിലും അവൻ വർക്കൗട്ട് ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് അത് തങ്ങി നിൽക്കുന്നത്. കാരണം അവൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. സോ അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അവൻ്റെ ഐഡിയാസും അതുപോലെ തന്നെ എക്സ്പീരിയൻസും വെച്ചിട്ട് പഠിക്കുന്നതിനെയാണ് ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോഗി എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ ബിലീവ്സ് ദാറ്റ് ഇൻ ഓർഡർ ടു ലേൺ സ്റ്റുഡൻറ്റ്സ് need as many hands-on experiences with objects, skills and people as possible. Understood? So constructivist ആയിട്ടുള്ള ഒരു ടീച്ചർ ബിലീവ് ചെയ്യുന്നത് in order to learn
സ്റ്റുഡൻസ് നീഡ് ആസ് മെനി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. എത്രത്തോളം എക്സ്പീരിയൻസ് അവനുണ്ടോ അത്രത്തോളം എക്സ്പീരിയൻസ് അവന് വേണം എന്നാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ചിന്തിക്കുള്ളൂ. ഓക്കെ, So let me remind you once again, constructivism അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് പീപ്പിൾ ആക്റ്റീവ്ലി കൺസ്ട്രക്റ്റ് ഓർ മേക്ക് ദെയർ ഓൺ നോളജ് ആൻഡ് ദാറ്റ് റിയാലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ എക്സ്പീരിയൻസ് ഓഫ് എ ലേണർ. ഒരു ലേണർ തന്നെ അവൻ എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു സ്റ്റഡീനെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോഗി എന്ന് പറയുന്നത്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ദാറ്റ് for pedagogy we have discussed, that is pedagogy ആദ്യം പറഞ്ഞു which was developed by Piaget. അതിനെ ലീഡിങ് ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. സോ ഗൈസ് പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട് ബുക്സ് ദാറ്റ് പെഡഗോഗീൻ്റെ നേരെ തന്നെ പൈഗറ്റ് എന്ന് മാർക്ക് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു പീപ്പിൾ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോയിൻറ്റ്, ഷുഡ് നോട്ട് ലീഡിങ് ചിൽഡ്രൻ. ഒരു കുട്ടികളെ എങ്ങനെ ലീഡ് ചെയ്യാം എന്നുള്ളതിനെയാണ് പെഡഗോഗി എന്ന് പറയുന്നത്. ദ മെത്തേഡ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ് ആൻഡ് അക്കാഡമിക് സബ്ജക്റ്റ്. ഓക്കെ, ഒരു ചൈൽഡും അതുപോലെ തന്നെ ഒരു ലീഡർ ഇൻ ദ സെൻസ് ഒരു ടീച്ചർ. ഓക്കെ, അവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ഒരു പെഡഗോഗി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൊഫഷൻ ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ്. ഓക്കെ, then having a good pedagogy improves the quality of teaching and the way of students learn, helps to gain deeper material. I hope you all got my point. Pedagogy. Then we have discussed on critical pedagogy, which was developed by Paulo Freire in the year 1968. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ക്രിട്ടിക്കൽ പെഡഗോഗിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്പീരിയൻസിനും പെർസെപ്ഷനും ആണ്. ഓക്കെ, ലൈക്ക് നമ്മുടെ കൺസ്ട്രക്റ്റിവിസ്റ്റിൻ്റെ പോലെ. പിന്നെ ഈ ഒരു ക്രിട്ടിക്കൽ പെഡഗോഗിയിൽ ചാലഞ്ചസ് ആണ്. ഓക്കെ, challenges the students to examine the power structure and the pattern of inequality. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്രിട്ടിക്കൽ പെഡഗോഗിയിൽ നിങ്ങൾ യു ഷുഡ് സെർച്ച് ഫോർ ദ കീവേഡ് ദാറ്റ് ഈസ് ചാലഞ്ചസ്. ഒരു സ്റ്റുഡൻറ്റിനെ ചാലഞ്ച് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി കൂടിയാണ്. പ്ലീസ് നോട്ട് ദാറ്റ്. Then we have discussed techno pedagogy, that ടെക്നോളജിയും പെഡഗോഗിയും കൂടെ ഒരുമിച്ചുള്ളതാണ് ടെക്നോ പെഡഗോഗി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കണ്ടൻറ്റ്, പിന്നെ പെഡഗോഗി, ദെൻ ടെക്നോളജി. ദീസ് ഓൾ ആർ എസെൻഷ്യൽ ഇമ്പോർട്ടൻറ്റ് ഇൻ ടെക്നോ പെഡഗോഗി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ റീകളക്റ്റിംഗ് ഓൾ ദ പോയിൻറ്റ്സ് വിച്ച് ഐ ഹാവ് ടോട്ട് യു റൈറ്റ് നൗ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ലൈക്ക് സോ, റൈറ്റ്? അങ്ങനെ ആയിരിക്കണം കേട്ടല്ലോ. അതിനാണ് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് തന്നെ ആ പഠിപ്പിച്ച പോർഷൻസ് തന്നെ ഞാനൊരു ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്ന പോലെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെ ഒരു പോയിൻ്റ് ടെക്നോ പെഡഗോഗിയിൽ നമ്മൾ പറഞ്ഞത് TPAC ആണ്. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ദ ഫുൾ ഫോം ഓൾസോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. And it is to understand the kind of knowledge needed by a teacher for effective pedagogical practice in technology enhanced learning environment. ഇപ്പോഴത്തെ ടെക്നോളജി എൻഹാൻസ് ചെയ്തിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ഒരു ടീച്ചർക്ക് ആവശ്യമുള്ള നോളജ്, അതായത് ഈ ടെക്നോളജീനെ സംബന്ധിച്ചിട്ടുള്ള നോളജ് ഒരു ടീച്ചർക്ക് ആവശ്യമുള്ളതിൻ്റെ ഒരു പ്രാക്ടീസിനെയാണ് ടെക്നോ പെഡഗോഗി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് constructive pedagogy, which was the learning that holds the people actively construct or make their own knowledge, and it is that reality is determined by the experience of a learner. So I hope you people are all clear with these 4 pedagogy, right? Let me add one more point to that, അതായത് ആൻഡ്രോഗോഗി ആണ്. Okay, let's discuss ആൻഡ്രോഗോഗി. Andragogy was proposed by Malcolm Shepard. Okay, then ഈ ഒരു പെഡഗോഗിനെയും ആൻഡ്രോഗോഗിനെയും കൂടെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ പെഡഗോഗിയിൽ ലീഡിങ് ചിൽഡ്രൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഓൺ ദ അതർ ഹാൻഡ് ആൻഡ്രോഗോഗിയിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ലീഡിങ് എ മെൻ. ഓക്കെ, അവിടെ കൂടുതൽ സെൽഫ് ഡിറക്റ്റഡ് ആയിരിക്കും, ഇൻറ്റേർണലി മോട്ടിവേറ്റഡ് ആയിരിക്കും. ബട്ട് ആ സ്ഥാനത്ത് പെഡഗോഗി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിന് സപ്പോർട്ടായിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് അങ്ങനെ ഒരു റിലേഷനാണ് അവിടെയെങ്കിൽ ഈ ആൻഡ്രോഗോഗിയിൽ അഡൾട്ട് നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇപ്പോൾ ആൻഡ്രോഗോഗി ആൻഡ്ര അപ്പോൾ AD അതിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ അഡൾട്ട് എഡ്യൂക്കേഷൻ. ഓൺ ദ അതർ ഹാൻഡ് പെഡഗോഗിയിൽ ലീഡിങ് ടു ചിൽഡ്രൻ, PC-ന്നോ ഇല്ലെങ്കിൽ CP-ന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നിമോണിക് പോലെ ഒന്ന് സൈഡിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, വിച്ച് സ്കെച്ച് പെൻ ഓർ സംതിങ് എൽസ്.
ഓക്കെ, സോ ഈ ഒരു ആൻഡ്രോഗോഗിയിൽ പറയുന്ന ഒരു 4 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അഡൾട്ടിനെ ബേസ് ചെയ്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അഡൾട്ട് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ആൻഡ്രോഗോഗി. സോ ലെറ്റ് മീ ഹാവ് 4 principles. The 4 principles are: the adults need to be involved in planning and evaluation of their instruction. അവർക്ക് കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഒരു പ്ലാനിങ്ങും ഇവാലുവേഷനും കണ്ടക്ട് ചെയ്യാം. The next one was the experience, including the mistakes, provides the basis for learning activities. ഒരു എക്സ്പീരിയൻസ് അതിപ്പോൾ ജയിച്ചോട്ടെ പാസ്സായിക്കോട്ടെ, each and every experiences will be based on the learning activity. Okay. The third principle was adults are more interested in learning the subjects that have immediate relevance and impact to their jobs or personal life. ഒരു അഡൾട്ട് എഡ്യൂക്കേഷൻ, അതായത് ഈ ആൻഡ്രോഗോഗിയിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് കണ്ടൻറ്റിനെ അല്ല, മറിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്മീഡിയറ്റ് റെലവൻസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ഒരു ഇമ്പാക്റ്റും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ആൻഡ്രോഗോഗിയിൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അഡൾട്ട് ലേണിംഗ് ഈസ് എ പ്രോബ്ലം സെൻറ്റേർഡ് റാദർ ദാൻ കണ്ടൻറ് ഓറിയൻറ്റഡ്. ഇപ്പോൾ പെഡഗോഗി ആണെങ്കിൽ നമ്മളൊരു കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ബട്ട് ആൻഡ്രോഗോഗിയിൽ അങ്ങനെയല്ല. ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് തന്നിട്ട് അതിനെ നമ്മൾക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ അഡൾട്ട് ലേണിംഗ് അല്ലെങ്കിൽ ഈ ആൻഡ്രോഗോഗി എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദീസ് പോയിൻറ്റ്സ് ആർ ഓൾ ക്ലിയർ വിത്ത് യു. I know I only covered 5 topics in this video, so wait for the next video. Until, work hard and study well. That's all. Thank you.